ഇതേപോലെ ഒരു ആപ്പിൾ പൈയും ഇതേപോലെ ഒരു ബൈറ്റും ഉണ്ടാക്കിയാലോ? നോക്കല്ലേ? അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ? നോക്കല്ലേ ഫുൾ വീഡിയോ? 2 സാധനം ഉണ്ട് കേട്ടോ. നമുക്ക് ഇതേപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത ആപ്പിൾ ഉണ്ടല്ലോ, നാരങ്ങയുടെ തൊലി, നാരങ്ങയുടെ നീര്, പിഴിയുന്ന എന്തെങ്കിലും ഒരു കുരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയാൻ മറക്കരുത് കേട്ടോ. ജാതിക്ക അതിൻ്റെ പൊടി, നമ്മുടെ പട്ടയുടെ പൊടി, പഞ്ചസാര, മൈദ. നമുക്കിനി അതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നിങ്ങൾ കാണുന്ന പോലെ ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ, കാരണം അപ്പോൾ കുറച്ചുകൂടി ഈസി ഉണ്ട് അത് മിക്സ് ചെയ്യാനായിട്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നോക്കി, സിനമണും നട്ട്മേക്കും ഫ്ലവറും ഷുഗറും എല്ലാം ആപ്പിളിലേക്കൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് കേട്ടോ. ഞാനിവിടെ 3 ടൈപ്പ് ആപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗനി സ്മിത്ത്, അതാണല്ലോ കുക്കിംഗ് ആപ്പിൾ, പിന്നെ ഗാല, പിന്നെ ഡെലീഷ്യസ് ആപ്പിൾ. ഞാൻ 3ഉം കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. ഇതില്ലെങ്കിൽ കുഴപ്പം, നിങ്ങളുടെ വീട്ടിൽ ഏതാണ് ആപ്പിൾ ഉള്ളത് അത് വെച്ച് ഉപയോഗിക്കാം. ഇത് ഞാനൊന്ന് എല്ലാ ആപ്പിളിനും അതിൻ്റെതായ ഒരു ടേസ്റ്റിന് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് കടിക്കുമ്പോൾ ഒരു വ്യത്യാസം കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്താൽ, നിങ്ങളുടെ വീട്ടിൽ ഏത് ആപ്പിളാണുള്ളത് അത് ചെയ്യാം. ഏത് കുറഞ്ഞ ആപ്പിളായാലും പൈസ കൂടിയ ആപ്പിളായാലും ഏതും വെച്ചും നമുക്ക് പൈ ഉണ്ടാക്കാം. നമുക്കിനി നമ്മുടെ പൈ ക്രസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ, അത് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റാം കേട്ടോ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡിസ്പോസിബിൾ ആയ ഒരു ട്രേ ആണ് കേട്ടോ. പൈയുടെ മോൾഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൈയുടെ മോൾഡ് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ അതൊന്ന് ഡോയൊന്ന് പുഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് അതിലേക്ക് കുറച്ച് മൈദ തൂക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് റോളിംഗ് പിൻ ഉപയോഗിച്ച് ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് പരത്തി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ മൈദ തൂളി കൊടുക്കാം കേട്ടോ. നമുക്ക് 2 സൈഡും മൈദ അങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ റോൾ ചെയ്യാം കേട്ടോ. നമുക്കിനി ഈ ഡോ ആ ഉള്ളിൻ്റെ മുകളിലേക്ക് ഇടാം കേട്ടോ. നമുക്കിനി അത് എഡ്ജിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ പുറത്തേക്ക് തള്ളിക്കിടക്കുന്ന ഡോ ഉണ്ടല്ലോ, അതിപ്പോൾ കട്ട് ചെയ്യണ്ട കേട്ടോ. എല്ലാം കഴിഞ്ഞ് എന്ത് കട്ട് ചെയ്യും. നമ്മൾ മാരിനേറ്റ് ചെയ്ത ചാപ്പ് ഉണ്ടല്ലോ, അത് ഇടുവലിക്കിടാം കേട്ടോ. നമുക്ക് ഈ ബട്ടർ അങ്ങനെ ചെറുതായിട്ട് നുറുക്കിയത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിനി അതന്നെ ചെയ്യാം കേട്ടോ. അടുത്ത ഡോയ്ക്ക് അതിൻ്റെ മുകളിൽ ചെയ്യാനായിട്ട്
നമുക്ക് ഇങ്ങനെ സ്ട്രിപ്പായിട്ടൊന്ന് കട്ട് ചെയ്യട്ടെ അതിൻ്റെ മുകളിൽ വയ്ക്കാനായിട്ട്. നമുക്ക് ഞാൻ സ്ട്രിപ്പ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വയ്ക്കാം കേട്ടോ. നമുക്ക് 4 സ്ട്രിപ്പ് ഇങ്ങനെ വെക്കാട്ടോ. ആദ്യം തന്നെ ഒരു സ്ട്രിപ്പ് അങ്ങനെ വെക്കാം. നമുക്കിനി ഈ അഡ്ജസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അതിലേക്ക് ഒന്നൊന്ന് അമർത്തി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതേപോലെ ഒരു ഡിസൈൻ ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് ട്രിം ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെ, ഇങ്ങനെ ട്രിമ്മിങ്സ് ഉണ്ടായില്ല വെട്ടിക്കളഞ്ഞത്, അതൊന്നും കളയണ്ട കേട്ടോ. അതിങ്ങനെ ബോൾ പിടിക്കാം. നമ്മുടെ ബാക്കി വരുന്ന ട്രിമ്മിങ്സ് ഉണ്ടല്ലോ അത് ഇതേപോലെ രണ്ടായിട്ട് ഭാഗിച്ച് 2 ഷീറ്റ് ഉണ്ടാക്കാം. നമുക്ക് 2 ആക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ആപ്പിൾ ഉണ്ടല്ലോ അത് ഒരു വശത്തേക്ക് ഷീറ്റുമേ അറേഞ്ച് ചെയ്യാം കേട്ടോ. നമുക്ക് ആ 2ാമത്തെ ഷീറ്റ് അതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം കേട്ടോ. നമുക്കത് കഴിഞ്ഞിട്ട് ഈ അഡ്ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ഫോർക്ക് വെച്ച് പുഷ് ചെയ്യാം കേട്ടോ. ഒരു ഹോള് കിട്ടും. ഇതേപോലെ ചെറിയ ബോൾഡ് കേട്ടോ. നമുക്ക് മുട്ട പൊട്ടിക്കാട്ടോ. നമുക്ക് മുട്ട അടിക്കാട്ടോ. അപ്പോൾ മുട്ട നമുക്ക് നടിച്ചു കൊടുക്കാട്ടോ. നമുക്ക് മുട്ട ബ്രഷ് ചെയ്യാട്ടോ. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ പഞ്ചസാര ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ. കുറച്ച് പഞ്ചസാര അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കാം കേട്ടോ. നമുക്ക് ബേക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് അതും ബേക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ഇത് ഓവനിൽ നിന്ന് പുറത്തെടുക്കാം കേട്ടോ. നമ്മുടെ ആപ്പിൾ പൈ നോക്കി, ഇഷ്ടം പോലെ ആപ്പിള്, അതിന്റെ ക്രസ്റ്റ് നോക്കി കിട്ടുമല്ലേ. ഇനി നമുക്കൊന്ന് തിന്നോക്കട്ടെ, അവനെങ്ങനെ ഇടുന്നോക്കട്ടെ. ആ
ചെന്നായിട്ട് സിനിമയുടെ ഫ്ലേവറും ആപ്പിളിന്റെ ഫ്ലേവറും അല്ല കിട്ടും. പഴയ തിന്നണ്ടേ, ആസ്വദിച്ച് തിന്നണം. എങ്ങനെ ആസ്വദിച്ച്. നമ്മുടെ ആപ്പിൾ ബൈറ്റ്സ് റെഡി ആയിട്ട് കേട്ടോ. ടേസ്റ്റ് നോക്കല്ലേ. അല്ല കിട്ടലുണ്ടവൻ അല്ല ആപ്പിളും ഇതൊക്കെ വഴിയേ. ഒരു ബിസ്ക്കറ്റിന്റെ ഒരു ഫ്ലേവർ ഉണ്ട്, അതിന്റെ ഒപ്പം തന്നെ പഫ് പേസ്റ്റിന്റെ ഫ്ലേവർ ഉണ്ട്. അത് രണ്ടും കൂടി ഉണ്ടോന്നാണ്. പിന്നെ സിനിമയുടെ ടേസ്റ്റ് ഒക്കെ ആയിട്ട് സാധനം കിട്ടുകയുണ്ട്. എങ്ങനെ തിന്നണ്ടേ, ആസ്വദിച്ച് തിന്നണം. തിന്നാൻ മാത്രം പോരാട്ടാ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മറക്കട്ടാ.